ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ കണ്ടീഷനിങ് ഉണ്ടാക്കാൻ നമുക്ക് ഉഴുന്ന് വേണം കേട്ടോ. അതിന് പിന്നെ നമുക്ക് ഉലുവ വേണം, നെക്സ്റ്റ് ഫ്ലാക്സ് സീഡ്, കോക്കനട്ട് മിൽക്ക്, പിന്നെ വേണ്ടത് നമുക്ക് ചോറാട്ടോ വേണ്ടത്. അത് നമുക്കൊരു 3 ടീസ്പൂൺ എടുക്കാം. ഏറ്റവും ബെസ്റ്റാട്ടോ നമ്മുടെ ഹെയറിന്. പിന്നെ വേണ്ടത് വെണ്ടക്കായ് വേണം, പിന്നെ അലോവേര. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്നും ഉലുവയും കൂടി നമ്മൾ 2 ടീസ്പൂൺ വീതം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആ പേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക് ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പകുതി വേവായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പെട്ടെന്ന് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഓടിപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പാത്രത്തിലേക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ജെല്ല് കിട്ടില്ല കേട്ടോ. ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമുക്ക് നല്ല ചൂട്ടോട് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജെല്ല് കിട്ടും. ഇറ്റ്സ് ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ജെല്ല് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് മിക്സിയിലടിക്കാം. അതിന് ശേഷം ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് അലോവേര. അതിൽ പൾപ്പ് നമുക്ക് അടിച്ച് കൊടുക്കാം കേട്ടോ. അലോവേര പൾപ്പും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ജെൽ റെഡിയായി. ഇനി നമുക്ക് ഫ്ലാക്സ് സീഡിലേക്ക് നമുക്ക് അലോവേര ജെല്ല് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ ബെസ്റ്റ് റിസൾട്ടാട്ടോ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് സിൽക്കി ആൻഡ് സ്മൂത്ത് ഹെയർ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. 3 ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കും. നമുക്ക് ചോറാണ് കേട്ടോ വേണ്ടത്. നമുക്കത് അടിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉലുവേൻ്റെ ഉഴുന്ന്, കോക്കനട്ട് മിൽക്ക്, എൻ്റെ വെണ്ടയ്ക്ക, എൻ്റെ ചോറ് അടിച്ചത്, ഫ്ലാക്സ് സീഡ് ആൻഡ് അലോവേര ജെൽ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കെമിക്കലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുക ഹെയർ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് നമ്മൾ ഹെയറിൽ നമ്മൾ തേക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടാതിരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ പ്ലീസ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കേട്ടോ. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കെമിക്കൽ തേക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നാളൊക്കെ നമുക്കത് നല്ലതായിട്ട് നിൽക്കും. പിന്നെ അത് വീണ്ടും നമ്മുടെ മുടിക്ക് തന്നെയല്ലോ കേട് സംഭവിക്കുന്നത്. ഇത് നാച്ചുറലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ നല്ല ഹെയർ നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. എല്ലാവർക്കും മടിയാണ്, ഞാനടക്കം എല്ലാവർക്കും മടിയാണ്. എങ്കിലും ഇത് ചെയ്തു വയ്ക്കുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ട്രൈ ചെയ്യുന്നത്. സോ ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്യണം പ്ലീസ്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലാക്കി നമുക്കൊരു ഫ്രിഡ്ജിലേക്ക് 3 ദിവസം നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും നിങ്ങൾ ഇടണം. എത്ര സമയം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഞാൻ ഒരുപാട് താങ്ക്സ്, ഹൃദയം നന്ദി എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് മൈ വ്യൂവേഴ്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം കേട്ടോ.